ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഫ്രണ്ട് എന്ന് പറയുന്ന പോയത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതേപോലെ ആക്ടിവിറ്റീസുമാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 26-ൽ ലെറ്റ് us എക്സ്പ്ലോർ ദ പോം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്കത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? വൈ ഈസ് യുവർ ഫ്രണ്ട് ഇമ്പോർട്ടൻറ്റ് ടു യു? ആരാണ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്? അതേപോലെ എന്തുകൊണ്ടാണ് ആ ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയത് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ആൻസർ ചെയ്യാം. മൈ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് എ പേഴ്സൺ ഹൂ ഓൾവേസ് സപ്പോർട്ട്സ് മീ ഇൻ ട്രബിൾ ആൻഡ് ഹാപ്പിനെസ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്ന ആൾ എങ്ങനെയായിരിക്കും? എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യും. എൻ്റെ സന്തോഷത്തിലായാലും എൻ്റെ ദുഃഖത്തിലായാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളായിരിക്കും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ശരിക്കും ഒരു ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെ ആയിരിക്കണ്ടേ? വേണം. ഹീ ഈസ് എ ബാക്ക് ബോൺ ഇൻ മൈ ലൈഫ് ബിക്കോസ് ഹീ സപ്പോർട്ട്സ് മീ ഇൻ എനി സിറ്റുവേഷൻ, എൻകറേജസ് മീ ആൻഡ് ബൂസ്റ്റ്സ് മൈ കോൺഫിഡൻസ്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൻ്റെ റീസൺസ് ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹീ ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മീ ബിക്കോസ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഹീ ഈസ് എ ബാക്ക് ബോൺ ഇൻ മൈ ലൈഫ്. അവൻ എൻ്റെ ജീവിതത്തിലൊരു ബാക്ക് ബോൺ, ഒരു നട്ടെല്ല് പോലെ നിൽക്കുന്ന ആളാണ്. ഇനി നിങ്ങൾക്ക് ഷീ ആണെങ്കിൽ ഷീ എന്ന് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേര് വെച്ചിട്ടും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ബിക്കോസ് ഹീ സപ്പോർട്ട്സ് മീ ഇൻ എനി സിറ്റുവേഷൻ. എൻ്റെ ജീവിതത്തിൽ ഏതൊരു സിറ്റുവേഷനിലും അവൻ എന്നെ സപ്പോർട്ട് ചെയ്യും. അതേപോലെ എൻകറേജ് ചെയ്യും. എൻകറേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോത്സാഹിപ്പിക്കുക അല്ലേ? നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, പക്ഷേ നമുക്കതിന് ചെറിയൊരു മടിയും പേടിയും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ, ഒന്ന് എൻകറേജ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മളത് നേടിയെടുത്തേക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ എൻകറേജ് ചെയ്യും. പിന്നെന്താണ്? ബൂസ്റ്റ് മൈ കോൺഫിഡൻസ്, അതായത് നമ്മളുടെ ആത്മവിശ്വാസത്തിൻ്റെ ലെവൽ കൂട്ടും ഒരു നല്ല ബെസ്റ്റ് ഫ്രണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡു യു ലേൺ അബൌട്ട് എ ഗുഡ് ഫ്രണ്ട് ഫ്രം ദ പോം? ഈ ഒരു പോയത്തിൽ നിന്ന് ഒരു ഗുഡ് ഫ്രണ്ടിനെ കുറിച്ച് നിങ്ങൾ എന്താണ് പഠിച്ചത് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം? ഇൻ ദ പോം എ ഫ്രണ്ട്, ദ മെയിൻ ഫോക്കസ് ഈസ് ഓൺ ദ തീം ഓഫ് ഫ്രണ്ട്ഷിപ്പ്. അപ്പം ഈ ഒരു പോം എ ഫ്രണ്ട് എന്ന് പറയുന്ന ഈ ഒരു പോയത്തിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്ന തീം എന്ന് പറയുന്നത് ഏതാണ്? ഫ്രണ്ട്ഷിപ്പാണ്. ഫ്രം ദിസ് പോം ഐ ലേൺഡ് അബൌട്ട് വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ ട്രൂ ഫ്രണ്ട്. അപ്പോൾ ഈ ഒരു പോയത്തിലൂടെ ഒരു യഥാർത്ഥ ഫ്രണ്ട് എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഞാൻ പഠിച്ചു. എങ്ങനെയായിരിക്കണം? സമ്മൺ ഹൂ ഈസ് കെയറിങ് ആയിരിക്കണം, സപ്പോർട്ടീവ്, സിൻസിയർ ആൻഡ് പ്രസൻറ്റ് ഇൻ ടൈംസ് ഓഫ് നീഡ്. അപ്പം എന്തൊക്കെയാണ്? കെയറിങ് ആയിരിക്കണം, സപ്പോർട്ടീവ് ആയിരിക്കണം, പിന്നെ എന്താണ്? സിൻസിയർ ആയിരിക്കണം അല്ലെ? ആത്മാർത്ഥമായിട്ടായിരിക്കണം നമ്മളോട് ഒരു ട്രൂ ഫ്രണ്ടായിട്ട് നിൽക്കുന്നത്. ആൻഡ് പ്രസൻറ്റ് ഇൻ ടൈംസ് ഓഫ് നീഡ്, നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ ആ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവണം. Furthermore, a true friend always prays for the well-being of their friend wherever they may be. അപ്പം ഇതിനൊക്കെ പുറമെ ഒരു ട്രൂ ഫ്രണ്ട് തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് വേണ്ടി അല്ലെ അദ്ദേഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവരെവിടെയാണെങ്കിലും പ്രാർത്ഥിക്കുന്നവരായിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു ട്രൂ ഫ്രണ്ട് എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യം ഫ്രണ്ട് എന്ന് പറയുന്ന പോയത്തിലൂടെ നമ്മൾ പഠിച്ചു അല്ലേ? തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡസ് എ ഫ്രണ്ട്സ് പ്രസൻസ് മേക്ക് യുവർ ലൈഫ് മോർ സെക്യൂർ? എങ്ങനെയാണ് ഒരു സുഹൃത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ലൈഫ് കൂടുതൽ സുരക്ഷിതമാക്കുന്നത്, സെക്യൂർ ആക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം? ഫീലിംഗ് സെക്യൂർ ഇൻ എവറി ഇൻസ്റ്റൻസ് ഓഫ് ലൈഫ് ഇസ് പോസിബിൾ വിത്ത് ദ പ്രസൻസ് ഓഫ് എ ഫ്രണ്ട്. ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ സന്ദർഭം എന്നുള്ളതാണ് കേട്ടോ മീനിങ് വരുന്നത്. അപ്പോൾ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭത്തിലും നമ്മൾ സെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യും ഒരു നല്ല യഥാർത്ഥ ഫ്രണ്ട് നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ യഥാർത്ഥ ഫ്രണ്ടിൻ്റെ പ്രസൻസിൽ. ആസ് ദേ ഓൾവേസ് പ്രൊവൈഡ് പോസിറ്റീവ് അഡ്വൈസ് ആൻഡ് ഓഫർ ഇമോഷണൽ ആൻഡ് പ്രാക്ടിക്കൽ സപ്പോർട്ട്. എന്തുകൊണ്ടാണ്? അവരെപ്പോഴും നമുക്ക് പോസിറ്റീവായിട്ടുള്ള അഡ്വൈസ്, ഉപദേശങ്ങളാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുക. അതേപോലെ തന്നെ ഓഫർ ഇമോഷണൽ ആൻഡ് പ്രാക്ടിക്കൽ സപ്പോർട്ട്, നമുക്കൊരു ഇമോഷണലും അതേപോലെ പ്രാക്ടിക്കലുമായിട്ടുള്ളൊരു സപ്പോർട്ട് നമുക്ക് തന്നുകൊണ്ടിരിക്കും. അതായത് ഇപ്പം നമ്മൾ സങ്കടപ്പെട്ടിരിക്കുകയാണ്, നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി, അപ്പോൾ നമ്മൾ വളരെ ഡൗൺ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇമോഷണലി. അപ്പോൾ അവർ വന്നിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ബൂസ്റ്റ് ചെയ്ത് നമുക്കൊരു ഇമോഷണൽ സപ്പോർട്ട് തരും. നമ്മളുടെ മനസ്സിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ അവർ സഹായിക്കും. അതേപോലെ പ്രാക്ടിക്കൽ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുകയാണ്, അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ആയിക്കോട്ടെ, അപ്പോൾ ആ ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മളുടെ ഫ്രണ്ട് നമ്മളുടെ കൂടെ നിന്ന് അതിന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലി ചെയ്യുകയാണ്. ഓക്കെ, അതായത് പ്രാക്ടിക്കൽ സപ്പോർട്ടിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ സ്കൂളിൽ എക്സാം നടക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പം എക്സാം ഹോളിലെത്തി, എക്സാം സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരാളുടെ ഫ്രണ്ടിൻ്റെ പെന്ന് കളഞ്ഞുപോയി. അപ്പം പെന്നില്ലാണ്ട് നമുക്ക് എക്സാം എഴുതാൻ പറ്റില്ലല്ലോ, ഇല്ല.
അപ്പോൾ എന്ത് ചെയ്യും, ഒരു ട്രൂ ഫ്രണ്ട് ആണെങ്കിൽ അവനെ ഹെൽപ്പ് ചെയ്യും അല്ലേ. ഹെൽപ്പ് ചെയ്യുക എങ്ങനെയായിരിക്കും, ഒന്നുകിൽ ആ ഒരു കളഞ്ഞു പോയ പേന എവിടെയാണെന്ന് നോക്കി കണ്ടുപിടിക്കുക. പക്ഷേ അതിനുള്ള സമയമില്ല എന്ന് വിചാരിക്കുക. അപ്പം എന്ത് ചെയ്യണം, പ്രാക്ടിക്കലി ചിന്തിച്ചിട്ട് എന്ത് ചെയ്യും, കയ്യിലുള്ള പൈസ എടുത്ത് അല്ലെങ്കിൽ ആരോടെങ്കിലും കടം വാങ്ങിയിട്ടോ ഒരു സ്റ്റോറിൽ നിന്ന്, സ്കൂളിലുള്ള സ്റ്റോറിൽ നിന്നോ അടുത്തുള്ള കടയിൽ നിന്നോ ഒരു പേന വാങ്ങി തൻ്റെ ഫ്രണ്ടിന് കൊടുക്കും അല്ലേ, ഒരു ട്രൂ ഫ്രണ്ട് ആണെങ്കിൽ. അല്ലെങ്കിൽ അപ്പോൾ ഒരു സെൽഫിഷ് ആയിട്ടുള്ള ആളാണെങ്കിൽ എന്താ, അവനിപ്പോൾ എന്തെങ്കിലും ചെയ്യട്ടെ, അവന് പേന കിട്ടുമോ കിട്ടാതിരിക്കുമോ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുകയല്ലേ ഉള്ളൂ. പക്ഷേ ഒരു ട്രൂ ഫ്രണ്ട് എങ്ങനെയായിരിക്കണം, ഉള്ള സമയത്ത് സ്വന്തം കാര്യം ചെയ്യണം, അതേപോലെ ഫ്രണ്ടിനെയും ഹെൽപ്പ് ചെയ്യണം അല്ലേ. അതാണ് ഒരു പ്രാക്ടിക്കൽ സപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ മെൻ്റലി നമ്മൾ ഡൗൺ ആയിരിക്കുന്ന സമയത്ത്, നമുക്ക് എന്തെങ്കിലും സങ്കടമൊക്കെ വന്ന് നമ്മൾ കരഞ്ഞൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ ഫ്രണ്ട്സ് വന്നിട്ട് നമ്മളെങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്, അതാണ് ഇമോഷണൽ സപ്പോർട്ട്. ഓക്കെ, ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡസ് ദ പോം എൻകറേജ് ആസ് ടു ബി ഗുഡ് ഫ്രണ്ട്സ്? അപ്പോൾ ഈ ഒരു പോം എങ്ങനെയാണ് നമ്മളെ ഒരു ഗുഡ് ഫ്രണ്ട്സ് ആയിരിക്കാൻ എൻകറേജ് ചെയ്തിട്ടുള്ളത്, പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം? ദ പോം എ ഫ്രണ്ട് എൻകറേജസ് us to be good friends primarily because it highlights the theme of friendship, caring and sharing. അപ്പോൾ എന്താണ്, ഈ ഒരു പോം നമ്മളെ ഒരു ഗുഡ് ഫ്രണ്ട്സ് ആയിരിക്കാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്തിട്ടുണ്ട്. പ്രൈമർലി ബിക്കോസ് ഇറ്റ് ഹൈലൈറ്റ്സ് ദ തീം ഓഫ് ഫ്രണ്ട്ഷിപ്പ്, കെയറിങ് ആൻഡ് ഷെയറിങ്. അപ്പം ഒന്നാമതായിട്ട് ഈ ഒരു പോയത്തിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള തീംസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഫ്രണ്ട്ഷിപ്പ്, അതേപോലെ കെയറിങ് ആൻഡ് ഷെയറിങ് അല്ലേ. അപ്പോൾ ഈ തീംസ് തന്നെ നമ്മളെ ഒരു ഗുഡ് ഫ്രണ്ട് ആയിരിക്കാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ട് അല്ലേ. ദ പോയിറ്റ് എംഫസൈസസ് ദാറ്റ് എ ഫ്രണ്ട് ഇസ് ഓൾവേസ് വിത്ത് അസ് ബോത്ത് ഇൻ ഗ്രീഫ് ആൻഡ് ഹാപ്പിനെസ്. അപ്പോൾ ഈ ഒരു പോയത്തിൽ പോയിട്ട് ഊന്നി പറയുന്ന ഒരു കാര്യമാണ്, ഒരു ഫ്രണ്ട് നമ്മളുടെ കൂടെ ബോത്ത് ഇൻ ഗ്രീഫ് ആൻഡ് ഹാപ്പിനെസ്, സന്തോഷത്തിലായാലും സങ്കടത്തിലായാലും നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കണം ഒരു ഫ്രണ്ട്, ഒരു ട്രൂ ഫ്രണ്ട് എന്നാണ് പോയിറ്റ് പറയുന്നത്. ദ പോം സജസ്റ്റ് ദാറ്റ് to be a good friend, we should offer positive advice and provide emotional and practical support to our friends. അപ്പം ഈ ഒരു പോം സജസ്റ്റ് ചെയ്യുന്നത് എന്താണ്? ഒരു ഗുഡ് ഫ്രണ്ട് എന്തൊക്കെ ചെയ്തിരിക്കണം? പോസിറ്റീവ് അഡ്വൈസ്, അതായത് നല്ല നല്ല ഉപദേശങ്ങൾ, അതേപോലെ ഇമോഷണൽ ആൻഡ് പ്രാക്ടിക്കൽ സപ്പോർട്ട് ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഓഫർ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. ഇമോഷണൽ ആൻഡ് പ്രാക്ടിക്കൽ സപ്പോർട്ട് എന്താണെന്ന് ഞാൻ ഉദാഹരണ സഹിതം തൊട്ട് മുൻപുള്ള ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ലെറ്റസ് എക്സ്പ്ലോർ ദ പോം എന്ന് പറയുന്ന സെക്ഷനിലുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് വരുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഫ്രണ്ട്? എന്തൊക്കെയാണ് ഒരു നല്ല ഫ്രണ്ടിൻ്റെ ക്വാളിറ്റീസ്? കംപ്ലീറ്റ് ദ വേർഡ് വെബ് ഗിവൺ ബിലോ. അപ്പോൾ ഇവിടെ താഴെയായിട്ട് ഒരു വേർഡ് വെബ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പദസൂര്യനിൽ നമ്മൾ ബാക്കിയുള്ള ക്വാളിറ്റീസ് ഫില്ല് ചെയ്യാണ് വേണ്ടത്. ഗുഡ് ഫ്രണ്ട് എന്ന് നടുക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ ചുറ്റും എഴുതേണ്ടത് എന്താണ്? ക്വാളിറ്റീസ് ആണ്. ഇവിടെ ഷെയറിങ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഫില്ല് ചെയ്യാം. കെയറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധ അല്ലേ. നമ്മളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന് നമ്മളുടെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടായിരിക്കണം അല്ലേ. അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിലാക്കണം. ഹെൽപ്ഫുൾ, നമ്മളെ സഹായിക്കണം അല്ലേ. സപ്പോർട്ടീവ്, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെന്താണ്? ലോയൽ എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥത. പിന്നെ ഓണസ്റ്റി, സിൻസിയർ എന്ന് പറഞ്ഞ് രണ്ടെണ്ണം ഞാൻ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഈ ഓണസ്റ്റി, സിൻസിയർ, ലോയൽ എന്നൊക്കെ പറയുന്നത് ഏകദേശം ഒരേ അർത്ഥം തന്നെയാണ് വരുന്നത് കേട്ടോ. സത്യസന്ധത അല്ലെങ്കിൽ ഓണസ്റ്റി മീൻസ് ആത്മാർത്ഥത എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 2, റീഡ് ദ ലൈൻസ് ഓഫ് ദ പോം. താഴെ കൊടുത്തിട്ടുള്ളത് എന്താണ്? നമ്മുടെ പോയത്തിൽ നിന്നുള്ള ലൈൻസാണ്, അത് വായിക്കാനാണ് പറയുന്നത്. എ ഫ്രണ്ട് ഈസ് വൺ ഹൂ സ്റ്റാൻഡ്സ് ടു ഷെയർ your every touch of grief and care. The words care and share end with the same sound. അപ്പോൾ ഈ മുകളിൽ കൊടുത്തിട്ടുള്ള 2 ലൈൻസില്ലേ, അതിൽ ലാസ്റ്റത്തെ വേർഡ് ഏതൊക്കെയാണ്? ആദ്യത്തെ ലൈനിൽ ഷെയർ, രണ്ടാമത്തെ ലൈനിൽ കെയർ അല്ലേ. അപ്പോൾ അതിൻ്റെ നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് ശബ്ദം ഒന്ന് ശ്രദ്ധിച്ചേ. ഷെയർ ആൻഡ് കെയർ അല്ലേ. ലാസ്റ്റിലേക്ക് എന്നുള്ള ആ ഒരു ശബ്ദമാണ് വരുന്നത്. ദ വേർഡ്സ് കെയർ ആൻഡ് ഷെയർ എൻഡ് വിത്ത് ദ സെയിം സൗണ്ട്. ഒരേ സൗണ്ടിലല്ലേ അവസാനിക്കുന്നത്. ഷെയർ, കെയർ എന്നുള്ള സൗണ്ടിലാണ് അവസാനിക്കുന്നത്. ദേ ആർ കോൾഡ് റൈമിംഗ് വേർഡ്സ്. അപ്പോൾ ഇത്തരത്തിൽ ഒരേ ശബ്ദത്തിൽ അവസാനിക്കുന്ന വേർഡ്സിനെ നമ്മൾ എന്താണ് പറയുക? റൈമിംഗ് വേർഡ്സ് എന്നാണ് പറയുക. ഫൈൻഡ് ഔട്ട് മോർ റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോം. അപ്പോൾ നമ്മുടെ പോയത്തിൽ നിന്ന് കൂടുതൽ റൈമിംഗ് വേർഡ്സ് കണ്ടെത്താനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് പോയത്തിലേക്ക് നോക്കാം. ആദ്യത്തെ 2 ലൈൻസാണ് നമുക്ക് എക്സാമ്പിളായിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ആൻസയിൽ
മൂന്നാമത്തെ ലൈനും നാലാമത്തെ ലൈനും നോക്കിയേ, അതിൽ അവസാനത്തെ വേർഡ് ഏതാണ്? ചോയ്സ്, പിന്നെന്താണ്? വോയിസ്. അപ്പം അത് ലാസ്റ്റ് സൗണ്ട് ഒരേപോലെയല്ലേ വരുന്നത്? എന്നുള്ള സൗണ്ടാണ് വരുന്നത്. ചോയ്സ്, വോയിസ്. അതാണ് അപ്പോൾ അടുത്ത പെയർ ഓഫ് റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ സ്റ്റാൻസയിൽ നോക്കിയേ, വിം, ഹിം അല്ലേ? വിം, ഹിം. അപ്പോൾ സൗണ്ട് ഒരേപോലെയാണ് വരുന്നത്. പിന്നെ എന്താണ്? സ്മോൾ, ഓൾ. അതിലും സൗണ്ട് ഒരേപോലെയാണല്ലേ വരുന്നത്? സ്മോൾ, ഓൾ. എൻഡ് ചെയ്യുന്നത് ഒരേ സൗണ്ടിലാണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് സ്റ്റാൻസയിലെ റൈമിംഗ് വേർഡ്സ് നോക്കാം. ടേൺ, കൺസേൺ. ടേൺ, കൺസേൺ. ലാസ്റ്റ് സൗണ്ട് എൻഡ് ചെയ്യുന്നത് ഒരേപോലെയാണ് അല്ലേ? പിന്നെന്താണ്? ബി, സി. അതും എന്താണ്? വേർഡ്സ് എൻഡ് ചെയ്യുന്നത് ഒരേ സൗണ്ടിലാണ്. ഓക്കെ. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റാൻസയിലെ റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കാം. ടെൽ, വെൽ. ഓക്കെ. അപ്പോൾ ലാസ്റ്റ് സൗണ്ട് എൻഡ് ചെയ്യുന്നത് ഒരേപോലെയല്ലേ? അതെ. പിന്നെ ഫ്രണ്ട്, എൻഡ്. എന്താണ്? ഫ്രണ്ട്, എൻഡ്. അതും ഒരേപോലെയാണ് അതിൻ്റെ സൗണ്ട് എൻഡിങ്ങിൽ വരുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് ഈ ഒരു പോയത്തിലെ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഈ റൈമിംഗ് വേർഡ്സ് എഴുതാനായിട്ടുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങളിങ്ങനെ എഴുതുക. ചോയ്സ്, വോയിസ്, വിം, ഹിം, ടേൺ, കൺസേൺ, ബി, സി, ടെൽ, വെൽ, ഫ്രണ്ട്, എൻഡ്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു പോയത്തിലുള്ള റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. അതായത് വേർഡ്സ് എൻഡ് ചെയ്യുന്നത് സെയിം സൗണ്ടിലായിരിക്കും. ഓക്കെ. എൻഡ് വിത്ത് ദ സെയിം സൗണ്ട്. അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് റൈമിംഗ് വേർഡ്സ് കണ്ടെത്തുക എന്നുള്ളത്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 3. യു ഓൾ ഹാവ് ഫ്രണ്ട്സ്, ഹാവൻറ്റ് യു? നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ട് ഇല്ലേ? ഉണ്ട്. ഡു യു നോ ദ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഓഫ് യുവർ ഫ്രണ്ട്സ്? നിങ്ങൾക്കറിയോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇഷ്ടവും ഇഷ്ടക്കേടുകളും ഒക്കെ നിങ്ങൾക്കറിയോ എന്നാണ് ചോദ്യം. ആസ്ക് യുവർ ഫ്രണ്ട്സ് about their likes and dislikes and write them in the space provided. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് അവർക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമായ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് അത് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടല്ലോ അവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. an example is given for you. ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ടോമി ലൈക്സ് ഫുട്ബോൾ, ഹി ഡസൻറ്റ് ലൈക്ക് ക്രിക്കറ്റ്. എന്താണ്? ടോമിക്ക് ഫുട്ബോൾ ഇഷ്ടമാണ്, പക്ഷേ ക്രിക്കറ്റ് ഇഷ്ടമല്ല അല്ലേ? ഡസൻറ്റ് ലൈക്ക് ക്രിക്കറ്റ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളിവിടെ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കൊടുക്കുന്നുണ്ട്. അനു ലൈക്സ് ടീ, ഷീ ഡസൻറ്റ് ലൈക്ക് കോഫി. അനുവിന് ചായ ഇഷ്ടമാണ്, പക്ഷേ കോഫി ഇഷ്ടമല്ല. ആദി ലൈക്സ് ചിക്കൻ ബിരിയാണി, ഹി ഡസൻറ്റ് ലൈക്ക് വെജ് ബിരിയാണി. ആദിക്ക് ചിക്കൻ ബിരിയാണി ഇഷ്ടമാണ്, ഹി ഡസൻറ്റ് ലൈക്ക് വെജ് ബിരിയാണി. പക്ഷേ എന്താണ്? വെജ് ബിരിയാണി ഇഷ്ടമല്ല. റീന ലൈക്സ് ഡോൾ, റീനയ്ക്ക് ഡോൾ ഇഷ്ടമാണ്, ഷീ ഡസൻറ്റ് ലൈക്ക് ടോയ് കാർസ്. അവൾക്ക് ടോയ് കാർസ് ഇഷ്ടമല്ല. അടുത്ത എന്താണ്? രവി ലൈക്സ് മാംഗോ, രവിക്ക് മാങ്ങ ഇഷ്ടമാണ്, പക്ഷേ ഹി ഡസൻറ്റ് ലൈക്ക് ഓറഞ്ച്. അവന് ഓറഞ്ച് ഇഷ്ടമല്ല. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ റീന ലൈക്സ് ഡോൾ, അതിന് ശേഷം ഷീ ഡസൻറ്റ് ലൈക്ക് ടോയ് കാർസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം റീനേൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവൾക്ക് ഡോൾ ഇഷ്ടമല്ല, പിന്നെ ഷീ ആണ് അടുത്ത സെൻറ്റൻസിൽ യൂസ് ചെയ്തത്. അവൾ എന്നുള്ള മീനിങ് വരും അല്ലേ? ഇവിടെ രവി ലൈക്സ് മാംഗോ എന്ന് ആദ്യം പറയുന്നു. രവിക്ക് മാംഗോ ഇഷ്ടമാണ്. പിന്നെ ഹീ ഡസൻറ്റ് ലൈക്ക് ഓറഞ്ച്, ഹീ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവന് ഓറഞ്ച് ഇഷ്ടമല്ല. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഹീയും ഷീയും മാറിപ്പോകരുത്. സിദ്ധാർത്ഥ് ലൈക്സ് ടു പ്ലേ ചെസ്, സിദ്ധാർത്ഥിന് ചെസ് കളിക്കാൻ ഇഷ്ടമാണ്. ഹി ഡസൻറ്റ് ലൈക്ക് ടു പ്ലേ വീഡിയോ ഗെയിംസ്, പക്ഷേ അവന് വീഡിയോ ഗെയിംസ് ഒന്നും കളിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ ഇത്രയാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾസ്. ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ആഡ് ചെയ്യുക കേട്ടോ. ഇഷ്ടംപോലെ സെൻറ്റൻസസ് ഇതേപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക കേട്ടോ. പിന്നെ ഫ്രണ്ട് എന്ന് പറയുന്ന പോയത്തിൻ്റെ കംപ്ലീറ്റ് മലയാളം എക്സ്പ്ലനേഷൻ അടങ്ങുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. പിന്നെ 5ാം ക്ലാസ്സിലെ ബാക്കിയുള്ള ലെസൺസിൻ്റെയും അതേപോലെ ആക്ടിവിറ്റീസിൻ്റെയും ഒക്കെ വീഡിയോസ് നമ്മളുടെ ചാനലിൽ ക്ലാസ് 5 എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് കേട്ടോ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.